നല്ല സിനിമകൾ ഓടുന്ന സിനിമകൾക്ക് നിർമ്മാതാക്കൾക്ക് ലാഭം കിട്ടുന്നുണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാനും ചില സിനിമകളുടെ നിർമ്മാണ പങ്കാളിയായിട്ടുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആളാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് അത് എല്ലാം പ്ലാൻ ചെയ്ത പോലെ സംഭവിക്കണമെന്നില്ല. ഇപ്പോൾ സിനിമയുടെ കാര്യമാണെങ്കിലും ഈ 2020 പോലെയാണ്. ഏത് നിമിഷവും പല കാരണങ്ങൾ കൊണ്ട് റിസൾട്ട് വേറെ രീതിയിൽ മാറ്റിമറിക്കപ്പെടാം. അപ്പോൾ നമ്മൾ നമ്മുടെ മാക്സിമം ട്രൈ ഔട്ട് ചെയ്യുന്നു, മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു. പിന്നെ ഒരു സിനിമ എന്ന് പറയുന്ന ഒരുപാട് ഘടകങ്ങളിൽ ഡിപ്പെൻഡൻ്റ് ആണ്. ചിലപ്പോൾ ഒരു മഴ വരുമ്പോൾ ആ ഒരു ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് വളരെ അധികം ബാധിക്കപ്പെട്ടേക്കാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺസ് കൊണ്ട് ഇപ്പം പരീക്ഷ സമയമാണെങ്കിലും ചിലപ്പോൾ നമ്മൾ വിചാരിച്ച ഒരു കളക്ഷൻ പോയിന്റ് കിട്ടിയില്ലാതെ വരാം. പക്ഷെ അതെല്ലാം ഓവർകം ചെയ്യുന്ന രീതിയിലുള്ള വേറെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പല വേറെ ഏരിയാസും ഉണ്ട്. അപ്പം അതും കൂടെ ഹൈലൈറ്റ് ചെയ്ത് അതും കൂടെ നമ്മൾ മാക്സിമം എക്സ്പ്ലോർട്ട് ചെയ്ത് നോക്കുന്നത്. പക്ഷെ അൾട്ടിമേറ്റ്ലി നല്ല സിനിമ, ക്വാളിറ്റി സിനിമ, ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന സിനിമ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും അത് ഗുണകരമാകും. പിന്നെ അൺനെസസറി ആയിട്ടുള്ള ഇഷ്യൂസ് ബ്ലോക്ക് ചെയ്യാതെ നമ്മൾ കുറച്ചും കൂടെ കാര്യഗൗരവമായിട്ട് സിനിമയെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്നാണ് വിശ്വസിക്കുന്നത്.